യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു ദിവസം കൂടി വലിയവനായ ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനത്തെ കേൾക്കുവാൻ, നമുക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കുവാൻ, ആ വചനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം നൽകിയ വിലപ്പെട്ട അനുഗ്രഹത്തിന്, സമയത്തിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇന്ന് ഈ ആലയത്തിലെ ശുശ്രൂഷകരിൽ നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന സഹോദരനെ പ്രത്യേകം ഓർക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവിടെ സമർപ്പിക്കപ്പെട്ട ഓരോ നിയോഗവും അത് വിലയോടെ കണ്ട് അതിനെ ഏറ്റെടുത്ത് ഉപവാസം എടുക്കുകയാണ് ഒരാൾ. ആ ഉപവാസത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് നല്ലൊരു അനുഗ്രഹമുള്ള ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ ഈ വചനത്തെ നമുക്ക് കേൾക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 41 മുതലുള്ള വാക്യമാണ്. അതിൻ്റെ ആ ഭാഗത്തിലെ തലക്കെട്ട് തന്നെ വരൾച്ച അവസാനിക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ വരൾച്ചയാണ്, ഉണക്കാണ്, ചൂടാണ്, പ്രതിസന്ധിയാണ്. പക്ഷെ അത് അവസാനിക്കുന്നു. ആ പ്രതിസന്ധി അവിടെ മാറുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവസാനിക്കുന്നു. എന്തിനോ ഒരു പുതിയ തുടക്കമിടുമ്പോഴാണ് അങ്ങ് അവസാനിക്കുന്നു, പുതിയൊന്ന് ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഇന്നുവരെ കടന്നുപോയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പിണക്കങ്ങളോ അതൊക്കെ മാറാൻ പോകുന്നു. പുതിയ നന്മയൊരു തുടക്കം ഉണ്ടാകാൻ പോകുന്നു. പ്രതീക്ഷയോടെ ഈ വചനം നമ്മൾ കേൾക്കുകയാണ്. ഇത് വളരെ സുപരിചിതമാണ്. പക്ഷെ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് ധ്യാനിക്കുകയാണ്. ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇരമ്പുന്നു. മഴയുടെ ഒരൊച്ച കേൾക്കുന്നു എന്ന്. മഴ പെയ്തു വരുന്നതിൻ്റെ ആ ശബ്ദം, അതാ മഴ ഇരമ്പുന്നു. പക്ഷെ ഇത് ആഹാബ് കേൾക്കുന്നില്ല. ഇത് ഏലിയായ കേട്ടിട്ട് പറയുന്നത്. മഴയുടെ ഒരു ശബ്ദം മുഴങ്ങുമ്പോൾ അതെല്ലാവരും കേൾക്കില്ലേ? ആ ശരിയാണല്ലോ, മഴ വരുന്നുണ്ടല്ലോ, മഴ ഇരമ്പുന്നുണ്ട്, ശരിയാ, നിങ്ങൾ പറഞ്ഞത് ശരിയാ എന്നല്ല. പ്രാർത്ഥനയുള്ളവൻ്റെ, പ്രാർത്ഥിക്കുന്ന ഏലിയ, പ്രാർത്ഥിക്കുന്നവൻ്റെ കേൾക്കുവാണ് സംഭവിക്കാൻ വരാൻ പോകുന്നൊരു കാര്യത്തെ നേരത്തെ കേൾക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവന് അറിയാം ചില കാര്യങ്ങൾ അടുത്തു വരുന്നത്, ചില കാര്യങ്ങൾ ആ വ്യക്തിക്ക് നന്മയായി വെളിപ്പെടുന്നത്. അതിങ്ങനെ വരുന്നുണ്ട്. ചിലപ്പോൾ ചില ആളുകളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവർ പറയില്ലേ, നല്ലൊരു അനുഗ്രഹം നിനക്ക് വരും, നിനക്കൊരു ഉയർച്ച വരുന്നുണ്ട്. അതെങ്ങനെയാണ് അദ്ദേഹം അറിഞ്ഞത്? പ്രാർത്ഥിക്കുന്നവന് ഒരു കാര്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഏലിയ പറഞ്ഞതുപോലെ ഒരു മഴ ഇരമ്പുന്നുണ്ട്, അത് അടുത്തടുത്ത് വരുന്നുണ്ട്. അത് വലിയ ദൂരത്തല്ലാത്ത വിധത്തിൽ അത് അടുത്തിട്ടുണ്ട്. ഏലിയ പറഞ്ഞു, മഴ ഇരമ്പുന്നു, നീ പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്ന് പ്രാർത്ഥിച്ചു. മഴയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. മഴ ഇരമ്പുന്നുണ്ട്, അതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. പിന്നെന്തിനാണ് ഇത്രയും ത്യാഗത്തോടെയുള്ള പ്രാർത്ഥന? ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞോ, നിനക്കൊരു നന്മ വരും, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും, പ്രതിസന്ധികൾ മാറും, ദൈവം ഇടപെടുന്നുണ്ട്? പിന്നെ കയ്യും കെട്ടിയിരിക്കുമല്ല, ആ അനുഗ്രഹത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ ത്യാഗത്തോടെ ഒരു പ്രാർത്ഥന ഉയരണം. സാധാരണഗതിയിൽ ഏലിയ മഴ ഇരമ്പുന്നു, വേഗം വീട്ടിലേക്ക് പോകാം, കൊട്ടാരത്തിലേക്ക് പോകാം, മഴ വരുന്നുണ്ടെന്ന് അല്ല. ആ ഒരു അനുഗ്രഹം അവിടെ വരുമ്പോൾ അതിനുവേണ്ടി ഒരാൾ ത്യാഗത്തോടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാണ്. ത്യാഗത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളിലേക്ക് ഒരു അനുഗ്രഹം വരാൻ ആരെങ്കിലുമൊക്കെ ഒരാൾ ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം.
അപ്പോഴാണ് നിങ്ങൾക്കുള്ള ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളിൽ അത് യാഥാർത്ഥ്യമാവുക. എന്തിനാണ് ഞങ്ങളിൽ ഒരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? നിങ്ങളിൽ ചില അനുഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ വില കൊടുക്കുകയാണ്, ഉപവാസം എടുക്കുകയാണ്, അത് ഇടമുറിയാതെ പ്രാർത്ഥിക്കുവാണ്. ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഭാഗമായി നിൽക്കുന്ന ഓരോ വ്യക്തിക്കും കുടുംബത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ആലയത്തിൽ നിയോഗം എഴുതിയിട്ട ഓരോ നിയോഗവും ഏറ്റെടുത്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഏലിയ അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഭൃത്യനോട് അടുത്ത് നിൽക്കുന്ന ആ സഹായകനായി നിൽക്കുന്ന ഭൃത്യനോട് പറഞ്ഞു, നീ പോയി നോക്ക്, കടലിൽ പോയി നോക്ക്. അവൻ നോക്കിയിട്ട് പറഞ്ഞു, ഒന്നുമില്ല. അല്ല, മഴ ഇരുമ്പുന്നു എന്ന് പറഞ്ഞതായിരുന്നല്ലോ. ആകാശത്തൊരു മാറ്റവും കാണുന്നില്ല, പ്രകൃതിയിലൊരു മാറ്റം കാണുന്നില്ല. മഴ വരുന്നു, ആകാശം ഇരുണ്ട് മൂടും, കാറ്റ് വരും, അല്ലെങ്കിൽ ഒരു മഴ പെയ്യുന്നൊരു അന്തരീക്ഷമൊക്കെ വെളിപ്പെടും. ഇവിടെ ഒന്നും കാണുന്നില്ല, പക്ഷെ മഴ ഇരമ്പുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങളെ നോക്കിയിട്ട് ആരെങ്കിലുമൊക്കെ പറയുവാണ് നിനക്കൊരു നന്മ വരുമെന്ന് പറയുമ്പോൾ അതിന് പറ്റി ഒരു സാഹചര്യവും കാണുന്നില്ലേലും ഓർത്തോ, അത് നിൻ്റെ അടുത്തേക്ക് അത് വരുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഒന്നും അനുകൂലം അല്ലെങ്കിലും ആ അനുഗ്രഹം നിന്നിലേക്ക് വരും. നിന്നിലൊരു പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ ആ അനുഗ്രഹം നിൻ്റെ മേലൊരു മഴ പോലെ പെയ്യും. നിനക്കൊരു പ്രാർത്ഥനയും ഒരു ദൈവവിചാരവും കൂടി ഉണ്ടെങ്കിൽ ആ അനുഗ്രഹം നിൻ്റെ മേൽ ഒരു വലിയ മഴയായി, ഒരു അനുഗ്രഹമായി അത് പെയ്തു വരും. അടുത്ത ഭാഗം വായിക്കുവാണ്. അങ്ങനെ 7 പ്രാവശ്യം പറഞ്ഞു, പോയി നോക്കാൻ പറഞ്ഞു. 7-ാം പ്രാവശ്യം പോയി നോക്കിയിട്ട് ആ ഭൃത്യൻ പറഞ്ഞു, ഏലിയ, മനുഷ്യകരത്തോളമുള്ള ഒരു മേഘം ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, എത്ര ത്യാഗത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഓരോ അനുഗ്രഹങ്ങൾ പതുക്കെ പതുക്കെ ഉയർന്നു വരുന്നത്. പതുക്കെ ഒരു മനുഷ്യകരത്തോളമുള്ള, പിന്നെ ആകാശത്തൊരു മനുഷ്യകരത്തോളമുള്ള മേഘം ഉയർന്നു വന്ന വല്ല കാര്യമുണ്ടോ? ആകാശം മുഴുവൻ മേഘാവൃതമായാലല്ലേ മഴ പെയ്യത്തുള്ളൂ. മനുഷ്യൻ്റെ കരം എന്തേരെയുണ്ട്? ഇത്രയേ ഉള്ളൂ. ഈ മനുഷ്യകരത്തോളമുള്ള ഒരു മേഘം ആകാശത്ത് ഉയർന്നു വന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ പ്രാർത്ഥനയിലാണ് അത്രയും ഒരു കാര്യം ഉയർന്നു വന്നതെങ്കിൽ 4 തുള്ളി മഴയല്ല പെയ്യാൻ പോകുന്നത്, ഒരു ചാറ്റൽ മഴയല്ല പെയ്യാൻ പോയത്. പ്രാർത്ഥനയിൽ ഉയർന്നു വന്നപ്പോൾ 45-ാമത്തെ വാക്യം, നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു, കാറ്റ് വീശി. അടുത്ത വാക്യമാണ്, വലിയൊരു മഴ പെയ്തു. വലിയൊരു മഴ പെയ്തു. കൈ വലുപ്പത്തിലുള്ള മേഘമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥിച്ച വ്യക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹം വരുമെന്ന് ചെറിയൊരു മെസ്സേജേ പറഞ്ഞുള്ളേലും അത് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്താൽ നാളുകളിൽ അത് നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു മഴയായി പെയ്യും. ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഓരോ കുടുംബത്തിൻ്റെ മേലും അനുഗ്രഹത്തിൻ്റെ വൻമഴയെ ദൈവം പെയ്യിക്കും. വിടുതലിൻ്റെ വൻമഴയെ ദൈവം പെയ്യിക്കും. സൗഖ്യത്തിൻ്റെ വൻമഴ നിങ്ങളിൽ പെയ്യും. അതായിരിക്കും നിങ്ങൾ സാക്ഷ്യം പറയുക. കേവലം ഒരു മഴ പെയ്തു എന്ന് മാത്രമല്ല, ഒരു വരൾച്ച അവസാനിച്ചു എന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തെ ഇന്നുവരെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളെ ദൈവം അവസാനിപ്പിക്കും. ഇന്നുവരെ നിങ്ങളെ അലട്ടിയിരുന്ന ആ പ്രതിസന്ധി അവിടുന്ന് മാറി അതേ സ്ഥാനത്ത് സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, വിടുതലിൻ്റെ ഒരു വൻമഴയെ ദൈവം അവിടെ പെയ്യിക്കും. കണ്ടതോ മനുഷ്യകരത്തോളമുള്ളൊരു കുഞ്ഞു മേഘം. എന്നാ മഴ പെയ്യാനാ ചിലപ്പോൾ പോയി പറയില്ലേ, ചില ആളുകളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയിട്ട് പറയും, ഒന്നും പറഞ്ഞില്ല, ദൈവം ഇടപെടുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോകും. മനുഷ്യകരത്തോളൊരു മേഘവേ അവിടെ ഉയർന്നു വന്നുള്ളേലും അത് വിശ്വസിക്കാൻ തയ്യാറായാൽ പെയ്യുന്നത് വൻ മഴയായിരിക്കും. ഒരു സാധ്യതയില്ലാത്തപ്പോൾ പ്രവാചകൻ പ്രാർത്ഥനയിൽ കേട്ടു, ഒരു മഴ ഇരമ്പുന്നു. പ്രാർത്ഥിക്കുന്നവന് ദൈവം അനുഗ്രഹത്തിൻ്റെ ശബ്ദം വിദൂരങ്ങളിൽ ഇരമ്പുന്നത് കേൾക്കാൻ പറ്റും. അവൻ്റെ ചെവികൾക്ക് അതിനുള്ളൊരു ശക്തിയുണ്ട്, അത് കേൾക്കാനുള്ള ശക്തിയുണ്ട്. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് ഒരു അനുഗ്രഹം വരും, തലമുറയിലേക്ക് അനുഗ്രഹം വരുമെന്ന് ഇരമ്പുന്നത് കേൾക്കാൻ പറ്റും. അവൻ്റെ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും അനുഗ്രഹം വരുന്ന വഴികൾ, അനുഗ്രഹം, ആ കുടുംബത്തിന് വേണ്ടിയുള്ള അനുഗ്രഹത്തെ ദൈവം അയക്കുന്നത്, ഇരമ്പുന്നത് കേൾക്കാൻ പറ്റും. ദൈവവചനം ദിവസവും കേൾക്കുന്ന നിങ്ങളിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ഇരമ്പലുകൾ കേൾക്കാൻ കഴിയട്ടെ. അത് വൻമഴയായി നിങ്ങളിൽ പെയ്യട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ പെയ്യട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പേര് വെളിപ്പെടുത്താൻ ഇഷ്ടമില്ലാത്ത ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്.
നിയോഗത്തോടെ പ്രാർത്ഥിക്കുക. ആ വ്യക്തിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വില കൊടുത്തുള്ള പ്രാർത്ഥനയാണ്. അത് വിലയുള്ള അനുഗ്രഹത്തെ പകരാനിടവരും. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. ഇന്ന് ബുധനാഴ്ചയാണ്. നാളെ വ്യാഴം വെള്ളി ദിവസങ്ങൾ ഈ ആലയത്തിൽ ഒത്തിരി തിരക്കുള്ള ശുശ്രൂഷകളുള്ള പ്രാർത്ഥനയുള്ള ദിവസങ്ങളാണ്. വ്യാഴം മുതൽ വ്യാഴവും വെള്ളി ദിവസങ്ങൾ ഒരു തീർത്ഥാടനം പോലെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒത്തിരി പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, ഒരിക്കലും നടക്കിയാലെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയങ്ങളാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ദൈവവചനം ദിവസവും കേൾക്കുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ വ്യാഴം വെള്ളി ദിവസങ്ങൾ ദൈവത്തോടൊപ്പമായിരിക്കുന്നു, വചനത്തോടൊപ്പമായിരിക്കുന്നു, പ്രാർത്ഥനയിലായിരിക്കുന്നു. അത് അനുഗ്രഹമല്ലാതെ മറ്റെന്താണ്? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. വ്യാഴാഴ്ച വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബുക്ക് ചെയ്യുക. വെള്ളിയാഴ്ച 7 മണി മുതലുള്ള പ്രാർത്ഥനയിൽ ആർക്കും വന്ന് പങ്കെടുക്കാം. അത് നിങ്ങൾക്കൊരു അനുഗ്രഹത്തിന് കാരണമാകും, നിങ്ങൾക്കൊരു വിടുതലിന് കാരണമാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ യാത്രകളിൽ, ആരോഗ്യത്തിൽ, സാമ്പത്തികത്തിൽ എല്ലാം ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരട്ടെ. നിലനിൽക്കുന്ന ഐശ്വര്യം ദൈവം തരട്ടെ. സന്തോഷത്തോടെ ആയിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു സാക്ഷ്യം പറയാൻ ഇടവരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 കാണാം. ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. സാധ്യമായവർക്ക് അയച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ വചനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് അയാളുടെ ജീവിതത്തിൽ വെളിച്ചത്തിനും പ്രതീക്ഷയ്ക്കും കാരണമാകുന്നു. അപ്പോൾ അനേകരുടെ ജീവിതത്തെ വെളിച്ചമാക്കാനുള്ള ദൈവദൂതന്മാരെ പോലെ, മാലാഖമാരെ പോലെയാണ് അപ്പോൾ നമ്മൾ മാറുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ. യേശുവിന്റെ അമ്മയാകുവാൻ, അനാദികാലം മുൻപേ പിതാവായ ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ പ്രത്യേകമായി യാചിക്കുന്നു. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ